മടിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ചെയ്തെടുക്കുന്ന നല്ലൊരു കിഡു ഐറ്റം കണ്ടു നോക്കിയാലോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സവോള എന്നിവ നന്നായിട്ട് അരച്ചെടുത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ നന്നായിട്ട് അരച്ചെടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിലേക്ക് ഈ ഒരു മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു കിടിലൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കാർമാർക്ക് ഷോളീസ് കുടംപുളി ലേഹം. വണ്ണം കുറയുന്നതിനും വയറ് ചുരുങ്ങുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനൊക്കെ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖലയിൽ 75 വർഷത്തിലധികം പാരമ്പര്യമുള്ള കാളൻ വൈദ്യ കുടുംബത്തിലെ കാളൻ ആയുർരത്നത്തിന്റെ ഉൽപ്പന്നമാണ് കേട്ടോ ഷോളീസ് കാർമാർക്ക് കുടംപുളി ലേഹം. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ പ്രസവശേഷമുള്ള സ്ത്രീകളുടെ വയർ ചുരുങ്ങുന്നതിന് വളരെ ഉത്തമമാണ്. ഇവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ലേഹാണ് കേട്ടോ ഇത്. അസിഡിറ്റിയും ഗ്യാസ്ട്രബിളും ഇല്ലാതാക്കാനും അതുപോലെ മധുരത്തിനോടും ഫാസ്റ്റ് ഫുഡിനോടുള്ള ആസക്തി നിയന്ത്രിക്കാനൊക്കെ ഇത് കഴിക്കുന്നതിലൂടെ സഹായിക്കും. അപ്പൊ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂപ്പിച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലുള്ള വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചിക്കനിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി കുറച്ച് സവാള കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല കിടുക്കാച്ചി ചിക്കൻ വരട്ടിയതാണ്. സേവ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട, ഫോളോ ചെയ്യാനും.